ആ സിജി അവർ വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വാങ്ങി സൈൻ ചെയ്തിട്ടൊന്ന് വിട്ടേക്ക്. ഓക്കെ. സാർ. ആ വാ പീറ്ററേ. ആ ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആൻസി വർഗീസ്. വാ ഇരിക്കെ. ഇതൊക്കെ അവരുടെ ഫയലുകളാ. ഇതങ്ങ് വെച്ചോ. എന്തായാലും മനസമാധാനമായി. എത്ര നാളായി ഇതിന്റെ പുറകെ കിടന്ന് ഓടുകയെന്നറിയാവോ? സൈബർ സെൽ ഒരു പ്രഷർ തന്നെയാ. അതിനിടയ്ക്ക് പ്രസ്സും മീഡിയയും DGP ഒക്കെ ഇടപെട്ട് ഇനിയൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. ആൻസി വർഗീസേ, ഈ കേസ് ഇവിടെ അങ്ങ് തീർന്നു. ഇനിയിപ്പോ താഴോട്ട് ലോക്കൽ സ്റ്റേഷനിലെ സാറന്മാരാ വിളിച്ചു വരുത്തി. ഞാനാണെങ്കിലുവേ കൊണ്ടുപോകുന്നത് അവരാ. കാര്യം അവര് പറയും. ചെന്നാട്ടെ. ശരി സാർ. ആ പിന്നെ നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മുന്നോട്ട് വയ്ക്കോ. ഒരുപാട് സപ്പോർട്ടൊക്കെ ഉള്ളതല്ലേ. KGF ഒക്കെ ഉണ്ടല്ലോ കൂടെ. സാറേ KGF ഒരു സിനിമയാ. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പത്രക്കാരൻ അത് KGS. അത് തന്നെ. അപ്പൊ ശരി, ചെന്നാട്ടെ. എന്തോ അവര് പറഞ്ഞേ? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? എന്നോട് സാറ് പറഞ്ഞു വെളിയിലോട്ട് നിന്നാ മതിയെന്ന്. അപ്പൊ എന്താ പറയുന്ന അറിയാൻ ഞാൻ വെളിയിലോട്ട് നിന്നപ്പോ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ. അതാ വരുന്നു സാർ. അവരുടെ വണ്ടിയിലോട്ട് കയറാൻ പറ. മോളെ ഇതാ സാറിന്റെ വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. പോലീസിന്റെ വണ്ടിയിലോട്ട് കയറാനാ പറയുന്നേ. അതെ, സ്റ്റേഷനിലേക്ക് പോവാം. സാറേ ഞങ്ങളങ്ങ് വണ്ടി വന്നാ പോരെ? അങ്ങനല്ലല്ലോ, അതിനല്ലേ ഞങ്ങള് വണ്ടിയായിട്ട് വന്നത്. ആ കേറ്. വാ കേറങ്ങോട്ട്. എന്തുപറ്റോ? സാർ ഏതാണ്ട് അവരാ ജീപ്പ് കയറ്റിക്കൊണ്ട് പോകുന്നു മോളെ. സ്റ്റേഷനിലേക്കാണെന്ന്. പോലീസ് സ്റ്റേഷനിലേക്ക്? അതെ, തിരുവല്ലം. അപ്പൊ നമ്മൾ സംശയിച്ചതുപോലെയാണല്ലോ പത്മനാഭ. അതെ സാർ. ഒരു കാര്യം ചെയ്യ്, വണ്ടിയിലോട്ട് കയറ്. വേഗം കയറ്. രമേശ് ഇപ്പൊ എവിടെ ഉള്ള? ഞങ്ങൾ സൈബർ ഓഫീസിന്റെ പുറത്തുണ്ടായിരുന്നു. സനൽ സാറിന്റെ ഓഫീസിൽ നിന്ന് SI ലോക്കൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. കൊണ്ടുപോയോ? SI പീറ്ററിനായിരുന്നു ചാർജ്. അപ്പൊ ഫോളോ ചെയ്യല്ലേ? ഞങ്ങളുടെ ആൾക്കാർ സ്റ്റേഷനടുത്തുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. ഓക്കെ ശരി. അവരെ അകത്തേക്ക് കൊണ്ടുപോകും. വാ നടക്ക്. എടോ ആ FIR എടുത്തേ. അങ്ങോട്ടിരിക്കേ. സാറേ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ശരി സാർ. സാറേ നാളെ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞാൽ 4 ദിവസം അവധിയാണല്ലോ. അതിന് നമുക്ക് ലീവൊന്നുമില്ലല്ലോ. നമുക്ക് പണി കൂടി. ഇന്നിനി മൊത്തം ഞാനിവിടെ നിൽക്കണമല്ലോ. പിള്ളേരെ കൊണ്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകണമെന്ന് കരുതിയതാ, അതും പോയി. സാറേ കഴിഞ്ഞെങ്കിൽ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. മുഖ്യമന്ത്രി വരെ ഇടപെട്ട കേസല്ലേ, നമ്മുടെ ഭാഗത്ത് പിഴവൊന്നും വരാൻ പാടില്ലല്ലോ. സർ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. സന്ധ്യയായി സർ, നിങ്ങൾ SI സാറിനൊന്ന് പറയുമോ? സാറ് ബിസിയാ, കണ്ടില്ലേ? കൊച്ചപ്പൻ എവിടെ നിൽക്കുക? പുറത്തുണ്ട്, വണ്ടിയിലിരിക്കുക. എന്താ പോണേ? എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കുക. അതെ, ആ ഫോൺ അങ്ങ് വാങ്ങിച്ചേ. സാറ് വിളിക്കുന്നുണ്ട്. സംസാരിക്കുന്നു. തരാൻ എണീക്ക്. എന്താ സർ? അതെ,
നിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചീറ്റ് ചെയ്തത് നോൺ ബെയിലബിൾ ഒഫൻസാ. അറസ്റ്റ് ചെയ്യുക. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്?